സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ കണ്ണൊന്ന് തുറക്കണേ. എന്തിനാ കണ്ണ് തുറക്കുന്നേ? എന്തിനാ തുറക്കേണ്ടത്? നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ, നിന്റെ ന്യായപ്രമാണത്തിലെ മാർവലസ് ആയിട്ടുള്ള ആമേൻ നിന്റെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണൊന്ന് തുറക്കണേ. എത്ര പേര് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്? വചനത്തിൽ നിന്നുകൊണ്ടുള്ള ചില അത്ഭുതങ്ങളെ, വചനത്തിലൂടെയുള്ള ചില അത്ഭുതങ്ങളെ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയുള്ള അത്ഭുതങ്ങള്? വചനത്തിലുള്ള അത്ഭുതങ്ങളെ. ഒന്നുകൂടെ ആഴമായി പറഞ്ഞാൽ, വചനത്തിലൂടെയുള്ള ചില അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് കൃപ തരണേ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരിക്കലും കാണത്തില്ല, കാണിക്കത്തില്ല എന്ന് വാദിക്കുന്ന ശക്തികളുണ്ട്. ആമേൻ. ഒരിക്കലും നീ ചില നന്മകൾ കാണത്തില്ല, ഒരിക്കലും അത്ഭുതങ്ങൾ കാണത്തില്ല എന്നും ഇങ്ങനെ തന്നെ നീ പോയി തീരുമെന്ന് ആമേൻ വാദിക്കുന്ന ചില അന്ധകാര ശക്തികളുടെ മുമ്പിൽ നീ പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ വചനത്തിലൂടെ ചില അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ, അതെൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കൃപ തരണേ എന്ന് ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിന്റെ കണ്ണിൻ്റെ ശോഭ മങ്ങുന്നതിന് മുമ്പ് അവൻ ചില അത്ഭുതങ്ങൾ നിന്റെ കൈക്കുമ്പിളിൽ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം സർവശക്തനാണെന്ന് എൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? അവൻ എൻ്റെ കണ്ണുകൊണ്ട് നിന്റെ അത്ഭുതങ്ങളെ കാണിക്കണമേ. ബേർശേബ മരുഭൂമിയിൽ ഹാഗാറിന്റെ കണ്ണുകളെ തുറപ്പിച്ച് അവന്റെ കരുതൽ കാണിച്ചതുപോലെ അവൻ എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുകളെ കാണുവോ? മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികളെ കാണാൻ. ഹല്ലേലൂയ. നമ്മുടെ മെറ്റീരിയലായിട്ടുള്ള ആമേൻ ഭൗതിക നന്മകളെ കാണുന്ന കണ്ണുകൾ മാത്രമല്ല, നമ്മുടെ നഗ്നനേത്രങ്ങൾ തുറന്നു നോക്കിയാൽ കാണുന്നത് കറങ്ങുന്ന ഫാനും കത്തുന്ന ലൈറ്റും ഒക്കെയാ. ആമേൻ. പ്രതികൂലങ്ങളാ, പ്രതിസന്ധികളാ, വെല്ലുവിളികളാ. ആമേൻ. എന്നാൽ ആത്മീക കണ്ണൊന്ന് തുറന്നു നോക്കണം. ആമേൻ. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റുന്നത്. സ്പിരിച്വലൈസ് നിന്റെ അകത്തെ കണ്ണൊന്ന് തുറക്കണം. ഹല്ലേലൂയ. അകത്തെ കണ്ണ് തുറന്ന എലീശ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളെയും കണ്ടപ്പോൾ, ദൈവത്തിന്റെ സൈന്യം പാളയമടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ, ഹല്ലേലൂയ, പുറത്തെ കണ്ണ് മാത്രം തുറന്ന അവന്റെ ശിഷ്യൻ കണ്ടത് ആരാമ്യ സൈന്യത്തെയാണ്. അവൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണാനുള്ള കണ്ണ് പ്രാപിച്ചോണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ കാണണം, അതാ വലിയ അത്ഭുതം. ഹല്ലേലൂയ. ആരെ കാണണം? യേശുവിനെ കാണുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റുന്നു? യേശു കർത്താവിനെ കാണുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആമേൻ. കണ്ടവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. കണ്ണെന്തിനാ തന്നിരിക്കുന്നത്? കാണാൻ മാത്രമല്ല, നോക്കാനും കൂടെ. സ്തോത്രം. കണ്ണ് ദൈവം തന്നിരിക്കുന്നത് കാണാൻ മാത്രമല്ല. നമ്മൾ പലതും കാണുന്നുണ്ട്, അല്ലേ? പലതും കാണുന്നുണ്ട്. എന്നാൽ ചിലതിലേക്ക് നോക്കാൻ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിലേക്ക് നോക്കാൻ, കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് നോക്കാൻ, ആ കണ്ണുകൊണ്ട് നോക്കി കാണാൻ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കണം ദൈവമക്കൾ. ദൈവത്തിന്